So far we have seen off-bow principle and Hund's rule of maximum multiplicity. Now let's see what the third principle says. The third principle is Paulis exclusion principle. അപ്പോൾ Paulis exclusion principle രണ്ട് രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. No two electrons in an atom can have the same value for all the four quantum numbers. അതല്ലെങ്കിൽ no orbital can accommodate more than 2 electrons and these two must have opposite spin. അപ്പോൾ ഇതാണ് Paulis exclusion പ്രിൻസിപ്പിൾ. അപ്പോൾ Paulis exclusion പ്രിൻസിപ്പിളിൽ നിന്നാണ് ആക്ച്വലി നമ്മുടെ സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നത് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ Paulis exclusion പ്രിൻസിപ്പിൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. കൺസിഡർ the 1s orbital. 1s orbital. ഓക്കെ, അപ്പോൾ 1s ഓർബിറ്റലിൻ്റെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ n1 ആണെങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എൽ? ഒരൊറ്റ വാല്യൂവേ പോസിബിൾ ഉള്ളൂ, 0. n-1 മാത്രമാണ് എല്ലിൻ്റെ വാല്യൂ പോസിബിൾ. അപ്പോൾ ദാറ്റ് ഇസ് 0. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1, l ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? -l ടു +l. അപ്പോൾ എൽ 0 ആയതുകൊണ്ട് അതിനും ഒരു വാല്യൂവേ പോസിബിൾ ഉള്ളൂ, 0. അപ്പോൾ ഈ 3 ക്വാണ്ടം നമ്പേഴ്സേ ഉള്ളെങ്കിൽ, ഓക്കെ, ഈ 3 ക്വാണ്ടം നമ്പേഴ്സേ ഉള്ളെങ്കിൽ 1s ഓർബിറ്റലിലെ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് ഈ 3 ക്വാണ്ടം നമ്പേഴ്സേ മാത്രമേ ഉള്ളൂ. ബട്ട് വി നോ ദാറ്റ് എവറി ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ്. ഓക്കെ, ഇപ്പോൾ 2 ഇലക്ട്രോൺ. അപ്പോൾ ഈ 2 ഇലക്ട്രോണിനും ഇതേ വാല്യൂസ് ആണ് n, l, ml. 3 ക്വാണ്ടം നമ്പേഴ്സും ഫോർ both the electrons in 1s orbital 3 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദീസ് 2 ഇലക്ട്രോൺസ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. അങ്ങനെ നമുക്ക് ഈ 2 ഇലക്ട്രോൺസും സെയിം ആണ്, ഒരു രീതിയിൽ നമുക്കിതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയല്ല, ഓരോന്നിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. ഒന്നും ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ല, എവറിത്തിങ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആൻ ഇലക്ട്രോൺ ക്യാൻ ഹാവ് ഐദർ +12 ഓർ -12 ആസ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പറും കൂടെ വരുമ്പോൾ ദ 2 ഇലക്ട്രോൺസ് ഇൻ 1s ഓർബിറ്റൽ ബിക്കം ഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ms എന്ന് പറയുന്നത് +12 ആകും, മറ്റതിൻ്റേത് ms എന്ന് പറയുന്നത് -12 ആകും. അപ്പം ദീസ് 2 ഇലക്ട്രോൺസ് വിൽ ഹാവ് ദ ക്വാണ്ടം നമ്പേഴ്സ്. ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? n എന്ന് പറയുന്നത് n1, l എന്ന് പറയുന്നത് 0, ml എന്ന് പറയുന്നതും 0 ആൻഡ് ms ഈസ് ഈക്വൽ ടു +12. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെതും n ഈസ് ഈക്വൽ ടു 1, l ഈസ് ഈക്വൽ ടു 0, ml ഈസ് ഈക്വൽ ടു 0, ബട്ട് ms ഈസ് ഈക്വൽ ടു -12. ഓക്കെ, അപ്പോൾ ഇത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നു no two electrons in an atom can have the same value for all the 4 quantum numbers. 3 ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ സെയിം ആകാം, പക്ഷേ 4ാമത്തെ ക്വാണ്ടം നമ്പർ ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ ആകുള്ളൂ. ഈവൻ ദോ all electrons are the same, all electrons are ഡിസ്റ്റിങ്വിഷബിൾ. ഇലക്ട്രോൺസ് എല്ലാം തന്നെ ഓരോന്നിനും, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. ഓരോ മണൽത്തരിക്കും അതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിന് സെയിം ക്വാണ്ടം നമ്പർ വരാൻ പാടില്ല. എല്ലാ 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം വരാൻ പാടില്ല. എവറി ഇലക്ട്രോൺ ഈസ് ഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ അതാണ് no two electrons in an atom can have the same value for all the 4 quantum numbers. അതിനെ നമ്മൾ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് no orbital can accommodate more than 2 electrons. എല്ലാ ഓർബിറ്റലിനും മാക്സിമം കപ്പാസിറ്റി 2 ആണ്. ആൻഡ് ദീസ് 2 must have opposite spin. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാം,
അപ്പോൾ 2 ഇലക്ട്രോൺസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാലാമതൊരു ക്വാണ്ടം നമ്പർ വേണം. അതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പറും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിന് എല്ലാ ക്വാണ്ടം നമ്പറും സെയിം ആവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി ഡിഫറെൻറ്റ്. ദിസ് ഇസ് Paulis exclusion principle. അപ്പോൾ എന്താണ് ഈ എക്സ്ക്ലൂഷൻ? നമ്മൾ നേരത്തെ മൾട്ടിപ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം. ചുമ്മാ പറയുന്നതല്ല, അതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. അപ്പോൾ വൈ എക്സ്ക്ലൂഷൻ? This is because according to this principle, if one electron in an atom has some particular value for the 4 quantum numbers, then all other electrons in that atom are excluded from having the same set of values. അപ്പോൾ ഒരു ഇലക്ട്രോണിന് N, L, ML, MS ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്താൽ അടുത്ത ഇലക്ട്രോണിന് ദിസ് അറേഞ്ച്മെന്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ അടുത്ത ഇലക്ട്രോണിന് ഈ അറേഞ്ച്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദിസ് ഇസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു ഇലക്ട്രോണിന്, ഒരു ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ വാല്യൂ, ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോൺസും ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഹാവിങ് ദാറ്റ് അറേഞ്ച്മെന്റ്. ഇതാണ് എക്സ്ക്ലൂഷൻ എന്നുള്ള വേർഡ് കൊണ്ട് പോളി ഉദ്ദേശിച്ചത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം. ഇറ്റ് അസേർട്സ് ദ നീഡ് ഫോർ സ്പിൻ ക്വാണ്ടം നമ്പർ. നമ്മൾ കണ്ടു ഇതുവരെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നോടം വരെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്നൊരു ക്വാണ്ടം നമ്പറിന്റെ ആവശ്യം നമ്മൾ കണ്ടില്ല. ശരിയാണ്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിയിൽ സ്പിന്നിന്റെ ആവശ്യമുണ്ട്. എന്നാൽ പോലും സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ ആവശ്യം MS പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എന്നുള്ളതിന്റെ ആവശ്യം ശരിക്കും അസേർട്ട് ചെയ്ത് വന്നത് ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നിന്നാണ്. പിന്നെ ഇനി ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഫെർമിയോൺസ്. ഇത് ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രോൺസിന് ആപ്ലിക്കബിൾ ആണ്. ഇലക്ട്രോൺസ് പോലെയുള്ള ഹാഫ് ഇന്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെല്ലാം തന്നെ ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. ഈ പാർട്ടിക്കിൾസ് ഹാവിങ് ഹാഫ് ഇന്റഗ്രൽ സ്പിൻസ് ആർ കോൾഡ് ഫെർമിയോൺസ്. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വാട്ട് ആർ ഫെർമിയോൺസ്? Fermions are particles having half integral spin. എന്ന് വെച്ചാൽ പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എന്ന സ്പിന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത്. അപ്പം ഫെർമിയോൺസിന് എക്സാമ്പിൾ എന്താ? ഇലക്ട്രോൺസ് ഫെർമിയോൺസിന് എക്സാമ്പിൾ ആണ്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇതെല്ലാം തന്നെ ഫെർമിയോൺസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ഫെർമിയോൺസ്? Fermions are particles having half integral spins. Examples: electrons, protons, neutrons. ഒരു പോയിന്റും കൂടെ നമുക്കറിയാം. They follow Fermi-Dirac statistics. അത് നമുക്ക് എന്താന്ന് ഫൈനൽ ഇയർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ പഠിക്കാം. പക്ഷേ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫെർമിയോൺസ് ആർ പാർട്ടിക്കിൾസ് which obey Fermi-Dirac statistics. ഓക്കെ, അപ്പോൾ ഈ ഫെർമിയോൺസിനെല്ലാം തന്നെ ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരു സ്ഥലത്തിരിക്കുന്ന 2 ഫെർമിയോൺസിന് സെയിം വാല്യൂ ഓഫ് സ്പിൻ വരാൻ പറ്റില്ല എന്നുള്ളതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഫോർ ഫെർമിയോൺസ്. അങ്ങനെ ചോദിക്കാറില്ല, എന്നാൽ പോലും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ജസ്റ്റ് ആപ്ലിക്കബിൾ ടു ഇലക്ട്രോൺസ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഫെർമിയോൺസ് ഹാവിങ് ഹാഫ് ഇന്റഗ്രൽ സ്പിൻസ്. ഇനി ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ബോസോൺസ്. അപ്പോൾ ബോസോൺസ് എന്താണ്? പാർട്ടിക്കിൾസ് വിത്ത് ഇന്റഗ്രൽ സ്പിൻസ് 1, 2, 3 എന്നൊക്കെ സ്പിന്ന് വരുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ബോസോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോസോൺസിന്റെ കേസിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ ബോസോണിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ ഓഫ് ലൈറ്റ്, അതിനെയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺസ് ആർ ബോസോൺസ്. അതുപോലെ ഗ്ലൂക്കോൺസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ബോസോൺസ് ആണ്. ബോസോൺസ് ആർ പാർട്ടിക്കിൾസ് വിത്ത് ഇന്റഗ്രൽ സ്പിൻസ്. എക്സാമ്പിൾസ് ആർ ഫോട്ടോൺസ് ആൻഡ് ഗ്ലൂക്കോൺസ്. പിന്നെ ഒരു പോയിന്റും കൂടി നമുക്ക് പറയുന്നത്, they do not obey Paulis exclusion principle. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് ഓഫ് ബോ പ്രിൻസിപ്പിൾ, വാട്ട് ഈസ്
Hund's rule, what is Paulis exclusion principle. അപ്പോൾ ഈ 3 റൂൾസ് നമുക്ക് അറിയാമെങ്കിൽ we can write the electronic configuration of atoms.